ഫ്രണ്ട്സ്, നമ്മുടെ ലിറ്റിൽ സ്കൂൾ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. എന്നാ വീഡിയോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ മാത്രമല്ല ഇപ്പോൾ ഉള്ളത് ഇവിടെ. എപ്പോഴും കാണുന്ന അഷിക ഇവിടെയുണ്ട്. അപ്പം എൻ്റെ അനിയത്തി ഇപ്പോൾ ഇവിടെ ഇല്ല, അവൾ അമ്പലത്തിലാണ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്നാന്നറിയില്ല, അമ്പലത്തിലെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഫ്രണ്ട്സ്. ഞങ്ങൾ അമ്പലത്തിൽ കൊടി കയറിയേക്കുന്നു. ഇന്നല്ല, കുറേ ദിവസമായി കയറിയിട്ട് പ്ലാൻ എടുക്കുന്നത്. അതെ അതെ, അതിൻ്റെ ഷോർട്സ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇടാം. അപ്പോഴത്തേനും ഇന്ന് രാത്രി എൻ്റെ ഡാൻസാണ്. എൻ്റെ ഡാൻസില്ല, നാളെ കഴിഞ്ഞ് എൻ്റെ ഡാൻസേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ എൻ്റെ ഡാൻസ് അമ്മ സമ്മതിക്കുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അത് ഡ്രസ്സില്ല അല്ലേ? ഡ്രസ്സ് എടുക്കാൻ പോകണം, പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ അതല്ലേ പറഞ്ഞ വീഡിയോ അല്ല, അമ്പലത്തിലെ കാര്യങ്ങളാണ്. ഇപ്പം അമ്പലത്തിൽ എന്തോ പ്രാർത്ഥന നടക്കുവാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തോ ഒരു വീഡിയോ ആണെന്ന് ഞാൻ എത്ര വർഷമായി പറയുന്നു. അപ്പം ഇന്ന് എൻ്റെ അനിയത്തി അമ്പലത്തിൽ പോയിക്കൊണ്ട് കഴിച്ചെല്ലാവരും പോയി. എന്നാലും അവളവിടെ ചുമ്മാ ഇരിക്കും, എന്നാന്ന് എനിക്കറിയില്ല. അവിടെ ആൾക്കാരുണ്ട്. കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇപ്പം സമയം 2:03. ഇന്നത്തെ ഒരു വീഡിയോ എന്നാന്ന് വെച്ചാൽ ചുമ്മാ എടുക്കുന്നത്. പിന്നെ ഇന്ന് ഞങ്ങൾ ഡാൻസ് ഉണ്ട്. അപ്പോൾ ഡാൻസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ എടുത്തിട്ട് ഡാൻസിൻ്റെ വീഡിയോ മാത്രമായിട്ട് ഇടുന്നതായിരിക്കും. മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഒക്കെ സമയം ഉണ്ടെങ്കിൽ എടുക്കും. എനിക്കറിയില്ല സമയം കിട്ടുമല്ലോ. അമ്മയ്ക്ക് ഫോണിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. പിന്നെ അമ്മ താഴോട്ടൊക്കെ പോകും, ഞാൻ മാത്രമായിരിക്കും മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഫോൺ കിട്ടുവാണെങ്കിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. ഇന്ന് ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ബോറടിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഇന്നതേ ഇവളും ഉണ്ട് ഇവിടെ. അതെ ഗൈസ്, അപ്പം ഞാൻ നാളെ കഴിഞ്ഞ്, നിങ്ങൾക്കറിയാമല്ലോ ക്യൂട്ട് ഗുഡ് ലൈഫ് ചാനൽ, അറിയത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, കിട്ടും. അതിൻ്റെ അകത്ത് ഞാൻ തന്നെയാണ്, വേറെ ആരുമില്ല. അപ്പം ഞാൻ ഇന്ന് കളിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അമ്മ സമ്മതിച്ചില്ല. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകണം, നാളത്തേക്കുള്ള ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് അമ്പലത്തിൽ കളിക്കാനുള്ള, അങ്ങനെ കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ടാണ്. അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതുകൊണ്ട് ഇന്ന് കളിക്കാൻ പറ്റൂല. അപ്പം ഡ്രസ്സ് എടുക്കാൻ പറ്റൂല, അതുകൊണ്ട് ഇന്നിപ്പം ഡ്രസ്സ് എടുക്കാൻ പോകും. ഇവൾക്ക് ഭരതനാട്യം അതിൻ്റെ. അപ്പം നമുക്ക് ഇനി എന്നാ പറയണ്ടേ? അമ്പലത്തിൽ നോട്ടീസ് എപ്പോഴേലും ചേച്ചി ഇടും. അപ്പം നോട്ടീസിനകത്ത് ഇടുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും കാണണ്ടേ, ഇങ്ങോട്ട് വരണ്ടേ. അങ്ങനെ അപ്പം എല്ലാവരും വരാൻ നോക്കാം. കോട്ടയം തിരുവഞ്ചൂർ ചെമയങ്കര ദേവീക്ഷേത്രം. കോട്ടയം തിരുവഞ്ചൂർ ചെമയങ്കര ദേവീക്ഷേത്രം, ഭദ്രകാളി ചെമയങ്കര ദേവീക്ഷേത്രം. ചെമയങ്കര അമ്മയുടെ നാളെന്ന് പറയുന്നത് അശ്വതി നാൾ. അപ്പം ഞായറാഴ്ച അശ്വതി. അപ്പം അശ്വതി നാളിലാണ് എൻ്റെ ഡാൻസ്, ഭരതനാട്യം ദേവിയുടെ മുൻപിൽ ഉള്ളത്. ദേവിയുടെ മുമ്പിൽ ഇന്ന് ഞങ്ങൾക്ക് സിനിമാ പാട്ടൊക്കെ ആയിട്ടുള്ള ഒരു ഡാൻസ്. ഞാൻ ഇല്ല ഗൈസ്, എന്ത് ചെയ്യാനാണ്, നമ്മൾ എക്സൈറ്റഡ് ആണ്. ചിലപ്പം എന്താ അറിയില്ല. അപ്പത്തേനും ഞാൻ ഡാൻസ് എന്ന് വെച്ചാൽ 6-7 ഡാൻസ് കണ്ടുണ്ട്. പാട്ട് മിക്സഡ് പാട്ടാണ്. ചേച്ചിയുടെ അനിയത്തി പറഞ്ഞത് 6-7 എനിക്കറിയില്ല, എന്തോ ഉണ്ട്. അപ്പത്തേനും ഞാൻ എന്നെ നോക്കില്ല. അപ്പത്തേനും അതും ബേസ് ചെയ്ത് കളിച്ച് നോക്കുമ്പം 5 പാട്ടെങ്ങാണ്ട് മര്യാദയ്ക്ക് അറിയാം. 5 പാട്ടെങ്കിലും മര്യാദയ്ക്ക് അറിയാം. വേറൊരു പാട്ടിന് സ്റ്റെപ്പ് ഇത്ര നേരമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, അത് പഠിക്കണം. ഇന്ന് രാത്രിയാണ് ഡാൻസ്. രാത്രിയാണ് ഡാൻസ്. പക്ഷേ ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പ് പഠിച്ചിട്ടില്ല, അതാണ് ഞാൻ. അപ്പം എന്താ പറയുക, അത് പഠിക്കണം ഇനി എങ്ങനെയെങ്കിലും. ഞാൻ ഇതുവരെ ഡ്രസ്സ് മാറിയിട്ടില്ല. എൻ്റെ അമ്മയത്തെ എന്നെ ഇവിടെ ഇട്ടിട്ട് പോകും. ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയതാ. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നു, ഞാൻ കഞ്ഞി കുടിക്കുകയാണ്. അമ്പലത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുകയാണ്. അമ്പലത്തിൽ നിന്ന് കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ അനിയത്തികൾ വന്ന് അഷിക പോവുകയാണ്. അഷികയെ കൂട്ടാൻ ആൾ വന്നു, അവൾ പോവുകയാണ്. അവൾ രാത്രി വരുമായിരിക്കും.
പോയി. അയ്യോ, ഇനി ഞാനിപ്പോൾ ഒരു എന്നാ ഡാൻസ് കളിക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ഫാഷൻ വിത്ത് 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 എന്തോ ഡാൻസ് അതാണ് കളിക്കുന്നത്. അത് എനിക്ക് ഞാൻ പാട്ട് എന്നാക്കിയെന്ന് പറയാം. ഗിറുഗിറി എന്ന് പറഞ്ഞ സോങ്ങില്ലേ അതുണ്ട്, ദുപ്പട്ട വടി, പിന്നെ തോന്താരയുണ്ട്, പിന്നെ കോമളത്താമര എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. കോമളത്താമര ആ പൂവ് പോലെ ആ പാട്ടില്ല, ആ പാട്ടുണ്ട്. പിന്നെ ഉള്ളത് തന്നെയായിരുന്നു പിന്നെ പൂട്ടി വെച്ച അതുണ്ട്. പിന്നെ എന്നാ ഉള്ളത്? അങ്ങനെ കുറച്ച് പാട്ടുണ്ട്. പിന്നെ എനിക്ക് ഏതാ ഉള്ളതെന്ന് അറിയില്ലല്ലോ. പിന്നെ എന്നായിരുന്നുള്ളത്? പിന്നെ എന്നാ പാട്ടുള്ളത്? പിന്നെ എന്തോ ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെ പാട്ടുണ്ട് കേട്ടോ. ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് ആകെപ്പാടെ 5 പാട്ടം കണ്ട് അറിയാം. കളിക്കാൻ ഏകദേശം എല്ലാം എനിക്കറിയാം. പക്ഷേ എന്നാ പറയണ്ടേ, ബേസിക്കായിട്ട് നമുക്ക് ഈ ജാലക്കാരി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് അറിയാം. അങ്ങനത്തെയൊക്കെ പാട്ടില്ലേ, അങ്ങനത്തെ പാട്ടാണ് മെയിനായിട്ടുള്ള. അപ്പം അതറിയാവുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പം ഇന്ന് ഇതിൻ്റെ അവിടെ മിണ്ടായിരുന്നത്, അപ്പോൾ അവിടെ നിന്ന് ഒച്ച കേൾക്കാം, ഈ പ്രാർത്ഥന ബലി. കണ്ടോ, ഇതാണ് എൻ്റെ ഒച്ച കേൾക്കാവോ? ഇതാണ് ഇവിടുത്തെ എന്നാ പറയണ്ടേ, മൈക്കിൽ കൂടെ പാടുന്നത്. ഇതാണ് എന്നും നമ്മുടെ ഉത്സവത്തിന് എന്നും പാടുന്ന ഇങ്ങനത്തെയൊക്കെയാണ്. അപ്പോഴത്തേനും ഉത്സവം കൊടിയേറി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ ഫുള്ള് ഈ പാട്ടാണ്. ഇത് പാട്ടല്ല കേട്ടോ, ഇതെന്തോ ഇതായിരുന്നു, എന്തോ ഒരു പുസ്തകത്തിൽ എന്തോ ഉള്ള ഇതെന്തോ പഠിക്കാൻ എന്തോ സാധനമാണ്. എനിക്ക് ഇതിൻ്റെ പേരൊന്നും അങ്ങനെ അറിയില്ല, അതുകൊണ്ട് എന്തോ ഇതാണ്. അപ്പോഴത്തേനും ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക. ഇന്ന് ഡാൻസ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച കൊടികേറ്റല്ലോ എന്നാ താലപ്പൊലി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തിങ്കളാഴ്ച താലപ്പൊലി. തിങ്കളാഴ്ചയാണ് തോന്നുന്നു താലപ്പൊലി, അല്ല തിങ്കളാഴ്ചയാണോ? നാളെ കഴിഞ്ഞ തിങ്കളാഴ്ച നാളെ കഴിഞ്ഞെങ്ങാണ്ടാ താലപ്പൊലി എന്ന് പറയുന്നത്. അപ്പം അന്ന് ഞാൻ ഉടുക്കാൻ പോകുന്ന ഡ്രസ്സ് എന്നായിരിക്കും? ഞാൻ അന്ന് ഉടുക്കാൻ പോകുന്നത് എൻ്റെ ഒരു രീതിയിൽ ഓട്ടോ പോയുണ്ടൊക്കെ. അപ്പം എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഉടുക്കാൻ പോകുന്ന ഡ്രസ്സ് ഹാഫ് സാരിയാണ് ഉടുക്കാൻ പോകുന്നത്. ഇപ്പം ഈ ഒരു സീസൺ ഫുൾ അപ്പൂപ്പൻ താടിയുടെ സീസണിക്കും, അപ്പൂപ്പൻ താടിയുടെ അല്ലേ. എൻ്റെ ഇവിടെ ഫുൾ നിറച്ച് അപ്പൂപ്പൻ താടി. ഞാൻ എണ്ണത്തെ കാണിച്ചാൽ ഇപ്പോൾ എണ്ണം പറന്നു. എന്ത് ചെയ്യുക, ഇവിടെ എങ്ങാണ്ട് പറന്നു വന്നായിരുന്നു അപ്പൂപ്പൻ താടി. നിങ്ങളുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പൂപ്പൻ താടി ഞാൻ കാണുന്നില്ല. വണ്ടിയൊക്കെ പോന്നു. അപ്പത്തേനും അപ്പൂപ്പൻ താടിനെ കാണുന്നില്ല. ഇല്ലെങ്കിൽ ഇതേ കൂടെ എല്ലാം എത്ര അപ്പൂപ്പൻ താടി ഉണ്ടെന്നറിയാമോ? ആവശ്യത്തിന് ഒരെണ്ണത്തിനെ പോലും കാണൂല ഫ്രണ്ട്സ്. ണ്ടോ ഇങ്ങനെ വന്ന് പോയി കിടക്കും. ഇത് നല്ലോണം ഉണ്ടായിരുന്നത് പറന്ന് പോയി എവിടെയോ, എങ്ങോട്ടാന്ന് അറിയില്ലല്ലോ. പോയി, ഞാനത് പോയില്ലായിരിക്കും കേട്ടോ, പോയി. വേറെ ഒക്കെ ഉണ്ട്, ഇവിടെയൊക്കെ കുറേ അപ്പൂപ്പൻ താടികളുണ്ട് കേട്ടോ. ശരിയാ, ചുമ്മാ അവിടെ വരെ പോയി, ഇവിടെ വല്ല നിന്നാ മതിയായിരുന്നു. കാണാവോ?
അങ്ങ് പോയി ഫ്രണ്ട്സ്. എടാ നല്ല രസമുണ്ട് പോയാണ്. എനിക്ക് കാണാണ്ട അവിടെ അങ്ങോട്ട് പോയി കേട്ടോ. പറന്ന് പോയിടാ ആകാശത്തൂടെ. അത് കൊള്ളായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അപ്പനാട്ടി വിട്ടിട്ട് അത്രയും ദൂരം പോകുന്നു. ഇല്ലെങ്കിൽ ഇപ്പം ഇവിടുന്ന് വിടുവാണെങ്കിൽ ഇവിടം വരെ പോകും. കുറച്ച് മുമ്പ് വിട്ടതന്നെ പറന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് അവിടെ വരെ പോയതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ അന്ന് ലാസ്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്ത ഡിസംബർ 29-ാം തീയതി ഞാൻ തോന്നുന്നു. അന്നെങ്ങാണ് ഞാൻ ഒരു വീഡിയോ എടുത്തത്, ലാസ്റ്റായിട്ട് വീഡിയോ എടുത്തത്. പിന്നെ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഒന്നും പറ്റില്ല, എനിക്ക് പരീക്ഷയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അടുത്ത പരീക്ഷ വരാൻ പോവാണ്. എന്നാടാ ഞാൻ എൻ്റെ ലിക്കിക്കുറ്റ ലിക്കിക്കുട്ടനാണ് കേട്ടോ. ലിക്കിക്കുട്ടൻ മഴക്കുട്ടൻ. അങ്ങനെ ആവശ്യമില്ലാത്ത സമയത്ത് എല്ലാം ചുമ്മാ ചുമയ്ക്കുമല്ലോ, കുരയ്ക്കും. ഇന്ന് സ്കൂളുണ്ടായിരുന്നു. ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല. എന്നാന്ന് വെച്ചാൽ ഇന്നിവിടെ മറ്റേ പായസം ഉണ്ടാക്കില്ലേ, കലത്തി പായസം ഉണ്ടാക്കില്ലേ, അതായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിങ്ങനെ സദ്യ ചോറൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എന്നും ചോറുണ്ട് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ ഉത്സവം കൊടി കയറി കഴിഞ്ഞ് കൊടി ഇറങ്ങുന്ന ഫുൾ ദിവസം ചോറുണ്ട്. രാത്രിയും ഉണ്ട്, ഉച്ചയ്ക്കും ചോറുണ്ട്. കഞ്ഞിയായിരിക്കും ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ചപ്പാത്തി അങ്ങനെയൊക്കെ വരും. കഞ്ഞിയൊക്കെ കാണും. കഞ്ഞിയും ചപ്പാത്തി അങ്ങനെയൊക്കെ എല്ലാ ഇതുണ്ട്. എല്ലാം ഉണ്ട്. ഇന്ന് ഞാനിപ്പോൾ പറയുന്നതാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഞാൻ ചുമ്മാ എന്തൊക്കെ വിളിച്ചാൽ ഇപ്പം ഇവിടെ നല്ല കാറ്റുണ്ട്. ഞാൻ സ്ഥലത്ത് ചാരി വെച്ചേക്കുക. ഇത് കണ്ട് ഈ ഇലയുടെ മുമ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഈ സ്ഥലം? ഇവിടെയാണ് ഞാൻ ഫോൺ ചാരി വെച്ചത്. ഇവിടെ ചാരി വെച്ചു. അയ്യോ ഇത്ര നേരം ഇരുന്നാ ഇരിക്കുന്നില്ലേ? ഈ നേരത്തെ ഇരുന്ന പോലെ ഇരിയടാ. ഉണ്ടോ? ഇരിക്കുന്നില്ല. ഈ ഫോണിനെ കൊണ്ട് തോറ്റ്. ഞാൻ എന്നതിനാണോ അവിടെ തോന്നിയത്? ചുമ്മാ ഇരിക്കുന്നു. ഞാൻ മറക്കണം. ഇപ്പൊ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇനി അല്പനേരം കൂടെ 2 മണിയായി, 2:15 2:15 ആയില്ല. 2 മണി 2:30 ആവാറായി. 2:30 2:16 ആയതേ ഉള്ളൂ. കുറച്ചും കൂടെ ദിവസം 18 അല്ല, ഞാനിപ്പോൾ എന്നെ പറയുന്നേ. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കുറച്ച് നേരം കൂടെ കഴിയുവാണെങ്കിൽ ഞങ്ങൾ ഡാൻസാണ് രാത്രി. ഇന്ന് ഞങ്ങൾ ഡാൻസാണ് ഫ്രണ്ട്സ്. പിന്നെ ശനിയും ഞായറും അവധി. പിന്നെ തിങ്കളാഴ്ച ഞങ്ങൾ സ്കൂളിൽ പോയില്ല. അന്നാണ് കൊടി ഇറക്കുന്നത്. പിന്നെ ചൊവ്വ അടുത്ത ഈ തിങ്കളാഴ്ച സ്കൂളിൽ പോയില്ല. അടുത്ത തിങ്കളാഴ്ച എനിക്ക് മെയിൻ എക്സാമാണ്. ഒരു വക പഠിച്ചിട്ടില്ല. പഠിക്കണം. വേണ്ടടാ അപ്പം താടി പോകുന്നടാ. എടാ അങ്ങ് പോയി. നല്ല പോകും. ഞാൻ അങ്ങോട്ട് പോയി. വലുതായിരുന്നു.
എൻ്റെ തൊട്ട് അടുത്തോടെ പോയി ഇതേ കൂടെ ഏതാ പറഞ്ഞ 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ മതി. ഇഷ്ടം പോലെ അപ്പൂപ്പൻ താടി എവിടുന്നും ഒക്കെ വരും. ഇവിടെ അപ്പൂപ്പൻ താടി മരമൊക്കെ ഉണ്ട്. ഇവിടെ രാവിലെയൊക്കെ ആകുമ്പം നല്ല തണുത്ത കാറ്റുമൊക്കെ എഴുതി നമ്മുടെ അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ടിരിക്കാം. പിന്നെ ഈ സമയത്താകുമ്പോൾ നല്ല കാറ്റും പിന്നെ ഇങ്ങനത്തെ സൗണ്ടൊക്കെ ഈ പ്രാർത്ഥനയുടെ സൗണ്ടൊക്കെ കേട്ടിരിക്കാം. നൈസാണ് കേട്ടോ. ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടത് ഇവിടെ അവിടെ കുടുങ്ങിയിരിക്കുന്നത് അതാക്കണമല്ലോ. അവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ ലൈറ്റൊക്കെ കാണാം, നല്ല രസമായിരിക്കും. ഞങ്ങൾ അമ്പലത്തിലൊരു വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഷോർട്സ് ആയിട്ടിടാം. നല്ല രസമാണ് രാത്രിയത്തെ ലൈറ്റൊക്കെ കാണാൻ, പൊളിയാണ് ഫ്രണ്ട്സ്. അതെനിക്ക് എപ്പോഴാണ് ഞാൻ താലത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ ഇടാം ഷോർട്സ് ആയിട്ട്. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എന്നെ എടുത്തതെന്ന് വെച്ചാൽ ചുമ്മാ എടുത്ത്, എനിക്ക് ഫോൺ കുറച്ച് കഴിഞ്ഞ് കിട്ടിയപ്പോൾ ചുമ്മാ എടുത്ത്, ഇവിടെ പണിയൊന്നുമില്ല, ചുമ്മാ എടുത്താണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം അല്ലോ. അപ്പോഴത്തേനും ഇന്നിപ്പോൾ കാണാൻ ഞാൻ പറയില്ല, നല്ല കാറ്റുണ്ട്. അപ്പോഴത്തേനും ഇങ്ങോട്ടാണ് കേട്ടോ കാറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കാം. അപ്പോഴത്തേനും എന്നെ വേണ്ടേ, ഇപ്പം നമുക്ക് 69 67 സബ്സ്ക്രൈബറേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ ഇരിക്കല്ലേ, കുറച്ചൊക്കെ മെയിൻ വേണം. സ്വന്തം ഫ്രണ്ട്സ് അപ്പത്താടിയൊക്കെ പോവുക, കുറേ എണ്ണം ഉണ്ട് കിട്ടുന്നേരത്തൊക്കെ. എവിടെ ഞാൻ ഈ അപ്പത്താടി എനിക്ക് പണ്ടേ ഒരു ഭ്രാന്തുള്ള സാധനമാണ്. പാചകത്തിലേക്ക് ആകുമ്പോൾ ഞാൻ അപ്പത്താടി ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാം എന്നെ വേണ്ടേ. അപ്പോൾ നമുക്ക് 69 സബ്സ്ക്രൈബർ അങ്ങാണ്ടേ ഉള്ളൂ. ഇനി നമുക്ക് സബ്സ്ക്രൈബർ കൂട്ടണം. നിങ്ങളെല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കൂ. നിങ്ങൾ തന്നെ വേണ്ട, സബ്സ്ക്രൈബർ കൂട്ടണം. ഞാൻ വലിയതായിട്ട് ഇടുന്നില്ല വീഡിയോ, അതെനിക്കറിയാം. ഇപ്പോൾ പരീക്ഷയൊക്കെ കാണാനാണ്. ഇതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതാണ് പറയുന്നത്, വലിയ പരീക്ഷ ആകുമ്പം ഇങ്ങനെ വീഡിയോ ഇടാമെന്നൊക്കെ. ഈ സമയം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ വീഡിയോ ഇടും. എന്നാ പറയണ്ടേ, എനിക്കൊന്നും കിട്ടുന്നില്ല പറയാൻ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബാണ് നമ്മളെ മെയിൻ വേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഇല്ല ആ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങനെ അടിച്ചേക്കണം. പിന്നെ ലൈക്ക് നമുക്ക് മെയിനാണ് ഫ്രണ്ട്സ്. എല്ലാവരും എൻ്റെ വീഡിയോ ഇട്ടാൽ എല്ലാവരും വ്യൂവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ആരും ലൈക്ക് ചെയ്യില്ല. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വേണ്ട സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പൊട്ടത്തെറ്റാണേലും ഒരു ലൈക്ക് പറയുന്നതിന്. നല്ല കാറ്റുണ്ട്. നിങ്ങൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ, എൻ്റെ ഈ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുമോ പ്ലീസ്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പേര് റിത എന്നാണ് പേര്. അവളെപ്പോഴും പറയും, എടി യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബറായി ഇതുണ്ടോ എന്ന് വെച്ചാൽ ഗിഫ്റ്റിങ് കൊടുക്കുക, അങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ച്. അവള് ഇന്നലെയും കൂടെ പറഞ്ഞത്, എടി എത്ര സബ്സ്ക്രൈബറായി. നീ എടുത്ത് നോക്ക്, നമുക്ക് സബ്സ്ക്രൈബ് ആക്കാം. എനിക്ക് സമയം കിട്ടുന്നില്ല വീഡിയോ എടുക്കാൻ, എന്നും വീഡിയോ ഒക്കെ ഇങ്ങനെ ആവുന്നതല്ലേ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. എടി വന്നാലും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ റിത എന്നാ പറയണ്ടേ, ഹൃദയക്ക് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഞാൻ ഹൃദയക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ റിത കാണുവാണെങ്കിൽ റിത എന്നാ വേണ്ടേ, അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ച അവൾക്കൊരു ചെറിയ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാം. അപ്പം റിതയെ ഞാൻ നിനക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കും റിത. അപ്പം ബൈ റിത, ബൈ കൂട്ടുകാരെ, ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.